Hello and welcome to Onais Academy. Welcome to our daily news analysis. 27th October 2025 important articles ആണ് discuss ചെയ്യുന്നത്. So moving on to first article, India ASEAN ties making steady progress. അപ്പോൾ ഇതിൽ ഇന്ത്യ ആൻഡ് ആസിയാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്ലോബൽ ഗ്രൂപ്പിംഗ് ആണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ആണ് ആസിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ഫേസിൽ ആസിയാൻ ഗ്രൂപ്പിംഗ്സ് ഏതൊക്കെ കൺട്രീസ് ആണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ലാവോസ്, മ്യാൻമാർ, തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, കംബോഡിയ, വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ബ്രൂണൈ, ഇന്തോനേഷ്യ തുടങ്ങിയിരിക്കുന്ന രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിങ്ങിനെയാണ് നമ്മൾ ആസിയാൻ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയും ആസിയാനുമായിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യണം, അത് സ്ട്രെങ്തൻ ചെയ്യണമെന്ന് റീസെന്റ് ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഏതൊക്കെ മേഖലയിലാണ് നമ്മുടെ ഇന്ത്യ ആൻഡ് ആസിയാൻ ഈ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പിൽ മെയിൻ ആയിട്ടുള്ള കോർപ്പറേഷൻസ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരിടൈം സെക്യൂരിറ്റി ആണ്. അപ്പോൾ ഈ 2026 എന്ന് പറയുന്നത് ആസിയാൻ ഇന്ത്യ ഇയർ ഓഫ് മാരിടൈം കോർപ്പറേഷൻ. അപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു വർഷത്തെ ഫോക്കസിങ് കൂടുതലും മാരിടൈം സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്ലൂ എക്കണോമി തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നരേന്ദ്രമോദി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മാരിടൈം സെക്യൂരിറ്റി, ദെൻ ബ്ലൂ എക്കണോമി, then green energy, cyber security, digital inclusion, supply chain resilience, health, education and disaster relief. സോ ഇത്രയും മേഖലയിലാണ് ഈ ഒരു ഇന്ത്യ ആസിയാൻ പാർട്ണർഷിപ്പിൻ്റെ അകത്ത് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2026 വിൽ ബി സെലിബ്രേറ്റഡ് ആസ് ആസിയാൻ ഇന്ത്യ ഇയർ ഓഫ് മാരിടൈം കോർപ്പറേഷൻ. ഓക്കെ, സോ 2026 ആ ഒരു വർഷമായിട്ട് കണക്കാക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത് കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു ആസിയാൻ ഇന്ത്യ മാരിടൈം എക്സൈസ് ഒരുപാട് അപ്സ്കില്ലിംഗ് പ്രോഗ്രാമുകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് റിന്യൂവബിൾ എനർജി ട്രെയിനിങ്, 400ഓളം ആളുകളെ ട്രെയിൻ ചെയ്യുന്നതാണ് റിന്യൂവബിൾ എനർജി ട്രെയിനിങ്. ആസിയാൻ മാരിടൈം ഹെറിറ്റേജ് ഫെസ്റ്റിവല് അത് റീസെന്റ് ആയിട്ട് നമ്മൾ ലോത്തലിൽ വെച്ച് കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഇന്ത്യ ആൻഡ് ആസിയാൻ ഗ്രൂപ്പിംഗിൽ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുക. അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രെങ്തനിങ് ഏതൊക്കെ മേഖലയിലാണ്, അതുപോലെ തന്നെ 2026 ഇന്ത്യ ആസിയാൻ ഗ്രൂപ്പിന്റെ മെയിൻ മോട്ടോ എന്താണ്, ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാം. ദെൻ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം ഷെയർഡ് വാല്യൂസ് ആൻഡ് കൾച്ചറൽ ലിങ്കേജസ്. നമുക്കറിയാം ഈ ആസിയാൻ ഗ്രൂപ്പിംഗ്സിലുള്ള രാജ്യങ്ങളും ഇന്ത്യൻ കൾച്ചറും ഇന്ത്യയിലെ ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഗ്രൂപ്പിങ്ങിലൂടെ നമ്മുടെ കൾച്ചർ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലിങ്കേജസ് ആണ് അടുത്തതായി പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യ ആൻഡ് ആസിയാൻ ടുഗദർ റെപ്രസെന്റ് നിയർലി എ ക്വാർട്ടർ ഓഫ് വേൾഡ് പോപ്പുലേഷൻ. അതായത് ഇന്ത്യ ആസിയാൻ ഗ്രൂപ്പിംഗ് മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തുള്ള മൊത്തം പോപ്പുലേഷന്റെ ഏകദേശം ക്വാർട്ടർ പോപ്പുലേഷൻസും കാണപ്പെടുന്നത് ഇന്ത്യ ആൻഡ് ആസിയാൻ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു മേഖലയിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ കണക്ഷൻസുകളും കൾച്ചറൽ ടൈസുകളും നമ്മളും ആസിയാൻ രാജ്യങ്ങളുമായിട്ടുണ്ട്. അപ്പം ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ട്രസ്റ്റ് ആൻഡ് ഷെയർഡ് ഇൻട്രസ്റ്റിലേക്ക് കൊണ്ടുപോകണം എന്ന് രണ്ട് ഗ്രൂപ്പുകൾ, അതായത് ഇന്ത്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആസിയാൻ ഗ്രൂപ്പിംഗ്സ് ആയിക്കോട്ടെ, ആ രണ്ടുപേരും ഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതിൽ അവർക്ക് നന്നായിട്ട് അറിയാം പീപ്പിൾ ടു പീപ്പിൾ ആൻഡ് കൾച്ചറൽ ടൈസ്. കാരണം ഇന്ത്യ ആൻഡ് ആസിയാൻ ഗ്രൂപ്പിംഗ്സ് എന്ന് പറയുന്ന സമയത്ത് രണ്ടുപേരും കൾച്ചറലി വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രണ്ട് ഏരിയാസ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമാണ്, ആസിയാൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിംഗ് ആണ്, ഒരുപാട് രാജ്യങ്ങളുടെ ഗ്രൂപ്പിംഗ് ആണ്. ഇനി ഏതൊക്കെ ട്രേഡ്, എക്കണോമിക് ആൻഡ് ഡിജിറ്റൽ എൻഗേജ്മെന്റ്സ് ആണ് ഇന്ത്യ ആസിയാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾറെഡി നമ്മളെ ഇന്ത്യ ആസിയാൻ ട്രേഡ് ഇൻ ഗുഡ്സ് അഗ്രിമെന്റ് AITIGA എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ട്രേഡ് അഗ്രിമെന്റ് ഉണ്ട്. സോ ആ ട്രേഡ് അഗ്രിമെന്റ് കുറച്ചുകൂടി മോഡേണൈസ് ചെയ്യുക, അതൊന്നുകൂടി റിവ്യൂ ചെയ്യുക, കുറച്ചുകൂടി മോഡേണൈസ് ചെയ്യാനുള്ള പ്ലാനും കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഒരു എക്കണോമിക് കോപ്പറേഷൻ, കംപ്ലീറ്റ്ലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് കോപ്പറേഷൻ, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആയിക്കോട്ടെ, അത് കുറച്ചുകൂടി അൺലോക്ക് ചെയ്ത് ഫുൾ പൊട്ടൻഷ്യൽ രണ്ട് രാജ്യങ്ങളും ഏറ്റെടുക്കുക. ദാറ്റ് മീൻസ് ഇന്ത്യ ഇവിടെ ഈ ഭാഗത്തുണ്ട്, ആസിയാൻ ഗ്രൂപ്പിംഗ് ഈ ഭാഗത്ത്. ഓക്കെ, രണ്ട് ഭാഗങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിലേക്ക്, അതായത് കംപ്ലീറ്റ്ലി ഓക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു എക്കണോമിക് പാർട്ണർഷിപ്പിലേക്ക് മുന്നോട്ട് പോവാം. ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, ഇൻക്ലൂഡിംഗ് ക്രിട്ടിക്കൽ മിനറൽസിൽ ആയിക്കോട്ടെ, എമർജിംഗ് ടെക്നോളജീസ് ആയിക്കോട്ടെ, ഫുഡ് സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള എക്കണോമിക് കോപ്പറേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നുണ്ട്. കാരണം ഒരിക്കലും നമ്മൾ ഇന്ത്യയും അതുപോലെ തന്നെ ഈ ആസിയാൻ കൺട്രീസുമായിട്ട് ഒരു തരത്തിലുള്ള ഇഷ്യൂസുകളും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുക ആ ഒരു ബന്ധം എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നത്.
അതുപോലെ തന്നെ ന്യൂ ആസിയാൻ ഇന്ത്യ പ്ലാൻ ഓഫ് ആക്ഷൻ 2026 മുതൽ 2030 വരെ എയിംസ് ടു ഡീപ്പനിങ് കോപ്പറേഷൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സെമി കണ്ടക്ടേഴ്സ് ക്ലൈമറ്റ് റെസിലിയൻസ് സ്മാർട്ട് സിറ്റീസ് ആൻഡ് റീജിയണൽ കണക്ടിവിറ്റി. ഇപ്പോൾ 2026 മുതൽ 2030 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ആൻഡ് ആസിയാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻസ് കുറച്ചുകൂടി ഡീപ്പൻ ചെയ്യണം. ഏതൊക്കെ മേഖലയിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആയിക്കോട്ടെ, സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് റെസിലന്റ് ടെക്നോളജി, സ്മാർട്ട് സിറ്റീസ് ആൻഡ് റീജിയണൽ കണക്ടിവിറ്റി തുടങ്ങിയിരിക്കുന്ന മേഖലയിൽ കുറച്ചുകൂടി ഡീപ്പൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻ കുറച്ച് ഡീപ്പൻ ചെയ്യാമെന്നാണ് ഇന്ത്യയും ആസിയാനും അടുത്ത ഒരു 5 വർഷത്തേക്ക് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? ഇന്തോ പസഫിക് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു പ്രോഫിറ്റ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഓൾറെഡി നമ്മൾ ഒരുപാട് ആന്റി ടെററിസം കോപ്പറേഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ത്യ ആൻഡ് ആസിയാൻ ഗ്രൂപ്പിംഗ്സ് എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും നമുക്കെതിരെയുള്ള ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി ഒന്നും ആസിയാൻ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആന്റി ടെററിസം സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ റൂൾ ബേസ്ഡ് റീജിയണൽ ഓർഡർ, ഫ്രീഡം ഓഫ് നാവിഗേഷൻ, നമുക്കറിയാം ആ ഒരു മേഖല നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല തരത്തിലുള്ള ട്രാൻസാക്ഷൻസ്, ദാറ്റ് മീൻസ് എക്സ്പോർട്ടുകളും ഇമ്പോർട്ടുകളും നടക്കുന്നത് ആ ഒരു മേഖലയിലൂടെ, ഇന്ത്യ പസഫിക് റീജിയണിലേക്കുള്ള ഇമ്പോർട്ടും എക്സ്പോർട്ടും നടക്കുന്നത്, മാരിടൈം കണക്ടിവിറ്റി നടക്കുന്നത് ആ ഒരു ആസിയാൻ ഗ്രൂപ്പിംഗ്സിന്റെ ഇടയിലൂടെയാണ്. ഓക്കെ, സോ ഇന്ത്യയുടെ ഇന്തോ പസഫിക് മിഷന്റെ ഭാഗമായിട്ടായിക്കോട്ടെ, അതുപോലെ തന്നെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ സാഗർ ഡോക്ടറിന്റെ ഭാഗമായിക്കോട്ടെ, ഈ 3 കാര്യങ്ങളും ഇന്ത്യയുടെ അംബീഷ്യസ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റുകളാണിത്. അപ്പം ഇതിൻ്റെ അകത്തൊക്കെ ആസിയാൻ എന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. സോ അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡീപ്പൻ ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. അത് എന്താണ് ഇന്ത്യ ആസിയാൻ ഗ്രൂപ്പിംഗ്. സോ ആസ് എ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ എന്താണ് ആസിയാൻ കൺട്രീസ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അത് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക. എന്താണ് ആസിയാൻ ഗ്രൂപ്പിംഗ് എന്നുള്ള കാര്യങ്ങൾ. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. ഹാൻലെ പ്രൊട്ടക്ട്സ് ഇറ്റ്സ് ഡാർക്ക് സ്കൈസ് ആൻഡ് ബിൽഡ്സ് എ ഫ്യൂച്ചർ ഓൺ സ്റ്റാർ ഗേസിംഗ്. GS പേപ്പർ 3 ആൻഡ് GS പേപ്പർ 1 and 2 ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഓക്കെ, സോ ഈ ആർട്ടിക്കിൾസിൽ നമ്മുടെ ഹാൻലെ, ലഡാക്കിലെ ഹാൻലെ എന്ന് പറഞ്ഞിരിക്കുന്ന റീജിയണിൽ നമ്മൾ പുതിയൊരു ഒബ്സർവേറ്ററി അല്ലെങ്കിൽ സ്കൈ ഒബ്സർവേറ്ററി അല്ലെങ്കിൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഹാൻലെ ഇൻ ലഡാക്ക് നൗ ഹോസ്റ്റ് ഇന്ത്യസ് ഫസ്റ്റ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ റിസർവ്. ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ റിസർവ് ആണ് ഹാൻലെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഡാർക്ക് സ്കൈ റിസർവ് എന്നുള്ള കാര്യങ്ങൾ ആദ്യം അറിയണം. സോ എന്താണ് ഇതിന്റെ പ്രത്യേകത? അതായത് ഇതുവരെ ഇല്ലാത്തൊരു മെത്തേഡാണ് ഇന്ത്യ ഈ ഒരു സ്കൈ റിസർവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ആസ്ട്രോണമിക്കൽ സൈറ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 4500 അടി മുകളിലായിട്ട് ലഡാക്കിലാണ് ഈ ഒരു ഹാൻലെ എന്ന് പറയുന്ന റീജിയണും അവിടെയാണ് ഈ IDSR സ്ഥിതി ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ലൈറ്റ് പൊല്യൂഷൻസ് ഒക്കെ വളരെ കുറവുള്ള രീതിയിലാണ് അവിടെ ആ ഒരു നാഷണൽ പാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. നാഷണൽ പാർക്ക് അല്ല, ആ ഒരു ആസ്ട്രോണമിക്കൽ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഹാൻലെ എന്ന് പറയുന്ന റീജിയൻ സെലക്ട് ചെയ്യുന്നതിന് മെയിൻ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രൈ ക്ലൈമറ്റ് ആണ്, അതുപോലെ തന്നെ ക്ലൗഡ്ലെസ് ആണ്, ക്ലൗഡുകൾ വളരെ കുറവായിരിക്കും, ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി നമുക്ക് എപ്പോഴും അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് എന്ത് കാണാൻ പറ്റും? ആകാശം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർസിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സെലസ്റ്റിയൽ ഒബ്ജക്ട്സ് ആയിക്കോട്ടെ അതിനെ ഒബ്സർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ദ HDSR is located near the Indian Astronomical Observatory within the Chatang Wildlife Sanctuary and covers several villages, monasteries and 10 stationary telescopes. അപ്പൊ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മൾക്ക് ലഡാക്കിൽ ഒരു അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഉണ്ട്, ഇന്ത്യൻ അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഉണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പുതിയ HDSR സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ അവിടെയുള്ള ഒരു മറ്റൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ചതാങ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പം ഇത് ലഡാക്കിലുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ചതാങ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. സോ അത് നിങ്ങൾ പ്രിലിംസ് ബൈസിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. സോ ആ ഒരു ഏരിയയിലും കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ പ്രിലിംസിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ റിസർവ് എവിടെയായിരിക്കും, അല്ലെങ്കിൽ ചതാങ് വൈൽഡ് ലൈഫ് സാങ്ച്വറിന്റെ അടുത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പുതിയ ആസ്ട്രോണമിക്കൽ യൂണിറ്റിന്റെ പേരെന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. സോ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അവിടെയാണ് ഈ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ റീജിയൻ ഹൗസ് അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് സച്ച് ആസ് ഹിമാലയൻ ചന്ദ്ര ടെലിസ്കോപ്പ്. ഇനി ഹൻലെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന IDSRന്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹിമാലയൻ ചന്ദ്ര ടെലിസ്കോപ്പ്, അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഗാമാറേ ടെലിസ്കോപ്പ് തുടങ്ങിയിരിക്കുന്ന ഗ്ലോബൽ ആസ്ട്രോണമിക് റിസർച്ചിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള
എന്താണ് എക്യുപ്മെന്റ്സും കൂടി ഇൻബിൽഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു IDSR അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ റിസർവ് ഹാൻഡ്ലൈൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് നമുക്കൊരു പബ്ലിക് ഔട്ട്റീച്ച്, ഇനി നോർമൽ ആളുകൾ അല്ലെങ്കിൽ അവിടെയുള്ള ഗ്രാമവാസികളെ കൂടി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആനുവൽ ഇവന്റ്സ് ആയിട്ടുള്ള സ്റ്റാർ പാർട്ടി മീൻസ് പ്രൊഫഷണൽ ആസ്ട്രോണമേഴ്സിനെയും തൊട്ടടുത്തുള്ള വില്ലേജേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഗസ്റ്റിനൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ മാത്രം വെച്ചിട്ടുള്ള പരിപാടികളാണ് ഈ സ്റ്റാർ പാർട്ടി എന്നൊക്കെ പറയുന്നത്. അതായത് കുറച്ചുകൂടി കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്സ് കൊണ്ടുവരിക, ഒരു ഹാൻഡ് ഓൺ ഹാൻഡ് ലേണിംഗ്, ഒബ്സർവിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫി, ഫോക്ക് ആസ്ട്രോണമി തുടങ്ങിയ കാര്യങ്ങൾ, അതായത് നോർമലുള്ള നമ്മുടെ കൾച്ചറിലുള്ള കാര്യങ്ങളും കൂടി മിക്സ് ചെയ്തിട്ട് സയന്റിഫിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനാണ്, അതായത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഈ ഒരു ഹാൻഡ്ലൈൻ IDSR പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാൻഡ്ലൈൻ ഡാർക്ക് സ്കൈ റിസർവ് ഫോറസ്റ്റ് ഇതിന്റെ അകത്ത് STEM ലേണിംഗ്, STEM ലേണിംഗ്, പ്രാക്ടിക്കൽ സയൻസ്, ആസ്ട്രോണമി എഡ്യൂക്കേഷൻസ്, ലോക്കൽ ആൻഡ് വിസിറ്റിംഗ് ദാറ്റ് മീൻസ് ടൂറിസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഈ ഒരു മേഖലയിൽ ഈ ഒരു ഹാൻഡ്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ റിസർവ് ഉണ്ടായിരിക്കും. സോ എന്തുകൊണ്ടാണ് ഈ ഡാർക്ക് സ്കൈ റിസർവ് എന്ന് പറയുന്നത് മെയിൻ കാര്യം വെച്ചാൽ ഇവിടെ ലൈറ്റ് എമിഷൻസ്, അതായത് നോർമലി നമ്മുടെ ലൈറ്റ് പൊല്യൂഷൻസ് ഇവിടെ വളരെ കുറവാണ്. അതായത് ഷെയ്ഡഡ് ആയിട്ടുള്ള ലൈറ്റുകളൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ലൈറ്റുകളോ അല്ലെങ്കിൽ ഷെയ്ഡ്സ് ഉള്ള ലൈറ്റുകളോ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡാർക്ക് സ്കൈ റിസർവ് എന്ന് പറയുന്നതിന്റെ മെയിൻ കാര്യം. നോർമലി ഉള്ള നമ്മുടെ ഒബ്സർവേറ്ററി പോലെയല്ല, കംപ്ലീറ്റ്ലി ഒരു ഡാർക്ക് ആ മോഡിലായിരിക്കും ആ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു ചെറിയൊരു കെട്ടിടം പോലെയാണ്, പക്ഷേ ഷെയ്ഡഡ് ആയിട്ടുള്ള ലൈറ്റുകൾ മാത്രമേ, കൂടുതലും ആകാശത്തുള്ള ലൈറ്റുകൾ വെച്ച് മാത്രം പ്രവർത്തിക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലൂടെ എങ്ങനെയാണ് അവിടെയുള്ള കമ്മ്യൂണിറ്റി എംപവർമെന്റ് അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റുകൾ അങ്ങനെ കൊണ്ടുവരാൻ എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ്, കാരണം ഈ ഒരു ലഡാക്കിൽ ഈ ഒരു സ്ഥലത്ത് സ്ഥാപിക്കുന്ന സമയത്ത് എന്തായാലും തൊട്ടടുത്ത് കുറച്ച് ഗ്രാമവാസികൾ ഉണ്ടായിരിക്കും. അപ്പം എങ്ങനെയാണ് നമുക്ക് അവരെയും കൂടി ഹെൽപ്പ് ചെയ്യുക, അതായത് ആദ്യമേ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിറ്റി എൻഗേജ്ഡ് ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. With the research astronomy ambassador, local youth, 2/3 women trained in stargazing and telescope operations, guide visitors and ensure inclusive community ownership of science tourism. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റിന് അല്ലെങ്കിൽ ആസ്ട്രോണമിക്കൽ സ്ഥലത്തേക്ക് ഇത്തരത്തിലുള്ള ലോക്കൽ പീപ്പിൾസിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അവരെ അതിന്റെ ഓണർഷിപ്പിലേക്ക് എത്തിക്കുക. ദാറ്റ് മീൻസ് അവരായിരിക്കും. അപ്പം ആ ഒരു ലഡാക്ക് പോകുന്ന ആ റീജിയനിലുള്ള ആളുകളെ തന്നെ, അവിടത്തുള്ള 2/3 ഓഫ് വുമൻസിന്, മെജോറിറ്റി വുമൻസിനെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരായിരിക്കും ടെലിസ്കോപ്പിക്കിന്റെ ഓപ്പറേഷൻസ് നടത്തുന്നത്, അതുപോലെ തന്നെ വിസിറ്റേഴ്സിനെ ഗൈഡ് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഒരു കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് ബേസിലുള്ള ഒരു സയൻസ് ടൂറിസം ആണ് ഇതിലൂടെ ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഡാർക്ക് സ്കൈ ടൂറിസം ഇപ്പൊ റീസെന്റ് ആയിട്ട് കാണിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റിവേഴ്സ് മൈഗ്രേഷൻ കാണിക്കുന്നത്. പലപ്പോഴും ലഡാക്കിൽ നിന്ന് ജോലി തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യുവാക്കൾ, ദാറ്റ് മീൻസ് യൂത്ത്, പലപ്പോഴും തിരിച്ചു വരാറുണ്ട്. ഇതിനാണ് നമ്മൾ റിവേഴ്സ് മൈഗ്രേഷൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ റിവേഴ്സ് മൈഗ്രേഷൻ പറയുന്നത്. അപ്പൊ ഈ ഡാർക്ക് സ്കൈ ടൂറിസം അവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് അവിടെ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അവിടുത്തെ ലോക്കൽ പീപ്പിൾസ് എന്താണ് റിട്ടേൺ ചെയ്ത് തിരിച്ച് ആ ഒരു ഹാൻഡ്ലൈനിലേക്ക് തിരിച്ചു വരുന്നു. അവിടെ ആവശ്യമായിട്ടുള്ള എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് അവിടെ ലഭിക്കുന്നു. അവിടെ ഹോം സ്റ്റേസുകൾ അവർക്ക് ഡെവലപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ടൂർസ് വിസിറ്റേഴ്സിന് അലോ ചെയ്യാം, ലോക്കൽ ഹോസ്പിറ്റാലിറ്റി പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ കൂടുതൽ അതായത് ഒരു ഏരിയ ടൂറിസം മേഖലയിൽ മാറുന്ന സമയത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്ന അവിടുത്തെ ലോക്കൽ പീപ്പിൾസിലാണ്. അപ്പോൾ അതേ രീതിയിൽ റിവേഴ്സ് മൈഗ്രേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് വില്ലേജസ് ആർ ഇൻസെന്റിവൈസ്ഡ് ടു മെയിൻറ്റെയിൻ ലൈറ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. അതുപോലെ വില്ലേജസിനാണെന്നുണ്ടെങ്കിൽ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഒരു ലോ ലൈറ്റ്, ഒരു ഡാർക്ക് സ്കൈ ഫ്രണ്ട്ലി ലൈറ്റിംഗ്, ഒരു ഷെയ്ഡഡ് ലാംപ്സോ അല്ലെങ്കിൽ പൊല്യൂഷൻ കുറക്കുക, ലൈറ്റ് പൊല്യൂഷൻസ് വളരെ കുറക്കുന്ന രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വില്ലേജസിന് എന്ത് കൊടുക്കും, ഇൻസെന്റീവ്സും കൊടുക്കും എന്നാണ് പറയുന്നത്. കാരണം കുറച്ചുകൂടി ടൂറിസം സസ്റ്റൈനബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൾച്ചറൽ എഡ്യൂക്കേഷണൽ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ നോർമലി നമുക്കറിയാം ഒരു ഗ്രാമങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ പലപ്പോഴും പലതരത്തിലുള്ള കഥകൾ, ഫോക്ക് സ്റ്റോറീസ് ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ആസ്ട്രോണമിക്കൽ ഏരിയാസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് അവിടെയുള്ള നാട്ടിലെ തന്നെയുള്ള ഫോക്ക് സ്റ്റോറി ടെല്ലിംഗ്, ട്രഡീഷണൽ ആയിട്ടുള്ള ആസ്ട്രോണമിക്കൽ നോളജ് പ്രിസർവേഷൻ. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ലോക്കൽ പീപ്പിൾസിനിടയിലുള്ള വിശ്വാസങ്ങളോ അന്ധവിശ്വാസങ്ങളോ കൂടി ഇൻകൾക്കേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഹാൻഡ്ലൈൻ ഇന്റർനാഷണൽ ആസ്ട്രോണമി വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവിടെയുള്ള ആളുകൾ എന്താണ് ഒരു ഫോക്ക് സ്റ്റോറി ടെല്ലിംഗ്, ഒരു സ്റ്റാറിനെ കണ്ടതിന് സ്റ്റോറി ടെല്ലിംഗ് ആയിക്കോട്ടെ. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതിനാണ് നമ്മൾ എത്നോ ആസ്ട്രോണമി എന്ന് പറയുന്നത്. അതായത് അവിടെയുള്ള എത്നിക് ആയിട്ടുള്ള ആളുകളുടെ പ്രാക്ടിക്കൽ നോളജ് ആൻഡ് തിയററ്റിക്കൽ നോളജും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആസ്ട്രോണമിക്കൽ ടൂറിസം, എത്നോ ആസ്ട്രോണമിയാണ് അവിടെ ഇന്ത്യ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് സ്കൈ ഒബ്സർവേഷൻസ്, അതായത് നൈറ്റ് സ്കൈ ഒബ്സർവേഷൻ, സോളാർ ആൻഡ് ലൂണാർ സ്റ്റഡീസ്, പ്ലാനറ്ററി ഇമേജിംഗ്. ഇപ്പൊ കുറച്ചുകൂടി, കാരണം നമുക്കൊരു 10ഓളം ടെലിസ്കോപ്പുകൾ അവിടെ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. പ്രാക്ടിക്കൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുള്ള
പ്രൊജക്ട് ബേസ്ഡ് ഔട്ട്ഡോർ സയൻസ്, നമ്മുടെ സ്കൂൾ കരിക്കുലത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് അവിടുന്ന് പഠിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എക്കോളജിക്കൽ ആൻഡ് ഹെറിറ്റേജ് കൺസർവേഷൻ, ലൈറ്റ് മാനേജ്മെന്റ് പ്ലാൻസ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി ടൂറിസം എൻഷുർ ദാറ്റ് pristine skies are protected for future generation, wildlife habitats remain undisturbed. That means ഇത്തരത്തിൽ ലോ ലൈറ്റ് മാനേജ്മെന്റോ അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം കൊണ്ടുവരുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് അവിടുത്തെ ഈ ഒരു സ്കൈന്റെ പോസിബിലിറ്റി അല്ലെങ്കിൽ സ്കൈയുടെ ആ ഒരു വാല്യൂസ് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ സാധിക്കും. ലൈറ്റ് പൊല്യൂഷൻസ് ഇല്ല. അതുപോലെ തന്നെ ചത്താങ് നാഷണൽ പാർക്കിന്റെ അടുത്താണ് ഇതുള്ളത്. എന്നിരുന്നാൽ പോലും അവിടെയുള്ള ഹാബിറ്റാറ്റ്സിനെ ഡിസ്റ്റർബും ചെയ്യപ്പെടില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഹാൻലെ സെർവ് ആസ് എ മോഡൽ ഫോർ ന്യൂ ആസ്ട്രോണമി ബേസ്ഡ് എക്കോ ടൂറിസം. അതായത് ആസ്ട്രോണമി ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഒരു എക്കോ ടൂറിസം ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് ഹാൻലെ ഒരു മോഡലായിട്ട് എടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ആർട്ടിക്കിൾ നോക്കേണ്ടത്. സോ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. പ്രിലിംസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഹാൻലെ നാഷണൽ പാർക്ക് എവിടെയാണ്, എന്തുകൊണ്ടാണ് അത് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ റിസർവ് എന്ന് പറയുന്നത്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അത് ഏത് നാഷണൽ പാർക്കിന്റെ അടുത്തായിട്ടാണ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിന്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ പെറിൽസ് ഓഫ് എൻഗേജിങ് വിത്ത് താലിബാൻ. അപ്പൊ നമ്മൾ ഇന്ത്യ താലിബാൻ, ഇപ്പൊ പലപ്പോഴും അഫ്ഗാനിസ്ഥാനിലെ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഭരണ മേഖലയായിരുന്നു താലിബാൻ എന്ന് പറയുന്നത്. അപ്പൊ താലിബാനെ ഇന്ത്യ ഇതുവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ഇന്ത്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും റീസെന്റ് ആയിട്ട് നമ്മൾ ഇന്ത്യയും താലിബാൻ ലീഡ് ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ്സ് നമ്മൾ റീസെന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അവരുടെ ഫോറിൻ മിനിസ്റ്റർ അമീർ ഖാൻ മുത്താക്കി, അതായത് താലിബാന്റെ അഫ്ഗാനിസ്ഥാനിലെ ഫോറിൻ മിനിസ്റ്റർ അമീർ ഖാൻ മുത്താക്കി റീസെന്റ് ആയിട്ട് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഇന്ത്യയുമായിട്ടൊരു ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ത്യ അത് വെൽക്കം ചെയ്തിട്ടുണ്ട്, ഇന്ത്യ അതിന് അംഗീകരിച്ചിട്ടുണ്ട്, ഇന്ത്യ ആ ഒരു എൻഗേജ്മെന്റ്സിൽ മുന്നോട്ട് പോകാന്ന് പറയുന്നുണ്ട്. അപ്പോഴും നോക്കേണ്ട കാര്യം, നമ്മൾ ഇതുവരെ താലിബാനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, ഒരിക്കലും താലിബാനെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. ബിക്കോസ് അത് ഇന്ത്യയുടെ ആന്റി ടെററിസം ആക്ടിവിറ്റീസിന് എതിരായിട്ടുള്ള ഒരു ഡിപ്ലോമസി ആയിരിക്കും. കാരണം ഇന്ത്യ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ആന്റി ടെററിസമാണ്. അപ്പം താലിബാൻ എന്ന് പറഞ്ഞിരിക്കുന്ന പലപ്പോഴും ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആയിട്ട് കാണുന്നതുകൊണ്ട് ഒരിക്കലും താലിബാനെ അംഗീകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല. എന്നിരുന്നാൽ പോലും താലിബാനുമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ്സ് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് താലിബാനെ റെക്കഗ്നൈസ് ചെയ്യാതെ തന്നെ ഇന്ത്യ എന്തിനാണ് ഈ ഒരു എൻഗേജ്മെന്റ്സിന് മുന്നോട്ടേക്ക് പോയത് നോക്കുന്ന സമയത്ത്, ഒന്നാമത്തെ കാര്യം, റീസെന്റ് ആയിട്ട് നമ്മുടെ താലിബാൻ പാകിസ്ഥാൻ റിലേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് താലിബാൻ എന്ത് ചെയ്യാണ്, താലിബാൻ പാകിസ്ഥാനുമായിട്ടുള്ള റിലേഷൻസ് കുറഞ്ഞു വരുന്നു. ദാറ്റ് മീൻസ് എപ്പോഴും നമുക്കൊരു തലവേദനയായിട്ടുള്ള രണ്ട് മേഖലയാണ് താലിബാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു തമ്മിലുള്ള റിലേഷൻസ് കുറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ആന്റി ടെറർ ആക്ടിവിറ്റീസ് നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, ഇന്ത്യസ് ലാർജ് എയ്ഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇന്ത്യയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് അഫ്ഗാനിസ്ഥാനിൽ നിലവിലുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ പാർലമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ അണക്കെട്ടുകളായിക്കോട്ടെ, ഇതൊക്കെ പലപ്പോഴും ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാനിലെ മുന്നേ അഫ്ഗാൻ റെജിം ഉണ്ടായിരുന്നു. നോർമൽ ഒരു ഗവൺമെന്റ് ഉള്ള സമയത്താണ് ഇന്ത്യ ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം താലിബാൻ അതിനെ ഓവർകം ചെയ്ത് താലിബാൻ ആ ഭരണം ഏറ്റെടുത്ത സമയത്ത് ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് വീണ്ടും താലിബാനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ താലിബാനുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ്സ് നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, താലിബാൻ അതിന് വില്ലിംഗ് ആവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഇൻവോൾവ്മെന്റ്, ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ്, ദാറ്റ് മീൻസ് അവിടെ റീകൺസ്ട്രക്ഷൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്ററിയൻ എയ്ഡ് കൊടുക്കുന്നതായിക്കോട്ടെ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. മെയിനായിട്ട് ഓക്കെ താലിബാൻ അവിടെ നിന്ന് കാരണം അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള പോളിമെറ്റാലിക് നോഡ്യൂൾസ്, അതായത് റയർ എർത്ത് മിനറൽസിന്റെ ഒരു കലവറയാണ് അഫ്ഗാനിസ്ഥാൻ. പലപ്പോഴും അവർക്ക് പ്രൊസസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും അത് പ്രൊസസ് ചെയ്തെടുക്കാനും സാധിക്കും. താലിബാനെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും താലിബാൻ അംഗീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഇതിന്റെ സെക്യൂരിറ്റി ആൻഡ് റിയൽ പൊളിറ്റിക് ആൻഡ് ഹിസ്റ്റോറിക് ക്വസ്റ്റൻസ് എന്തൊക്കെയാണ്? അപ്പൊ മെയിനായിട്ട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജൻസ് ഗെയിംസ് ആൻഡ് കർവ് ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസ്. അപ്പം താലിബാനുമായിട്ട് നമ്മൾ ഇത്ര ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ്സ് പോകുന്ന സമയത്ത് കൂടുതൽ നമുക്ക് ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യാൻ സാധിക്കും. താലിബാനിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ എന്താണ് നടക്കുന്നത്, അഫ്ഗാനിസ്ഥാൻ എന്താ നടക്കുന്ന കാര്യങ്ങൾ ഇന്റലിജൻസ് ഗെയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസ് കുറക്കാൻ സാധിക്കും. ഒരു പരിധിവരെ ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസ് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. താലിബാന്റെ ഒരു കോർ ഐഡിയോളജി എന്ന് പറയുന്നത് പലപ്പോഴും റിപ്രസീവ് ആയിട്ടുള്ള ഐഡിയോളജീസ് ആണ്. ദാറ്റ് മീൻസ് താലിബാൻ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ എപ്പോഴും ഒരു വുമൻസ് ആയിക്കോട്ടെ മൈനോറിറ്റീസ് ആയിക്കോട്ടെ അവർക്കെതിരെ റിപ്രസീവ് ആയിട്ടുള്ള ഐഡിയോളജീസ് ആണ് താലിബാൻ മുന്നോട്ട് വെക്കാറുള്ളത്. ദാറ്റ് മീൻസ് വുമൻസ് പുറത്തേക്ക് വരാൻ പാടില്ല, അവർ ലൈംലൈറ്റിൽ വരാൻ പാടില്ല. അപ്പോൾ ഒരിക്കലും ഇന്ത്യക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ഒരിക്കലും അങ്ങനെ വുമൻസ് ആയിക്കോട്ടെ മൈനോറിറ്റീസ് അവരുടെ റിപ്രസീവ് ആയിട്ടുള്ളൊരു ഐഡിയോളജി അല്ല താലിബാൻ. അതുകൊണ്ട് തന്നെ ഐഡിയോളജിക്കലി നമ്മളും ഇന്ത്യയും താലിബാനും തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്.
ഇനി ഹിസ്റ്ററി ഷോസ് എൻഗേജ്മെന്റ് വിത്ത് ഹാർഡ്ലൈൻ റെജീംസ് ലൈക്ക് താലിബാൻസ് ഓർ പാകിസ്ഥാൻ പാസ്റ്റ് മിലിറ്ററി റോൾസ് ക്യാൻ ലീഡ് ടു സ്ട്രാറ്റജിക് ട്രാപ്പ്. അപ്പം കുറച്ച് ഹിസ്റ്ററികൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബാക്ക് എൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതൊരു സ്ട്രാറ്റജിക് സ്ട്രാപ്പ് ആയിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഷോർട്ട് ടേമിലേക്ക് അവർ നമ്മുടെ അടുത്ത് വന്ന് എൻഗേജ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ട്രാപ്പ് ആയിട്ട് വേണം കാണാം. കാരണം പലപ്പോഴും ഇന്ത്യയുടെ ഇന്റലിജൻസ് അവർക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ടോ ഫ്രണ്ടായിട്ട് വന്നതായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ താലിബാന്റെ ഹ്യൂമൻ റൈറ്റ്സ് റെക്കോർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഫെയിലിയർ സ്റ്റാറ്റസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ വുമൻസിനും മൈനോറിറ്റീസിനും എതിരെയുള്ള എക്സ്ക്ലൂഷൻസ്, അവർക്കെതിരെയുള്ള റിപ്രഷൻസ്, വയലൻസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിൽ അവര് ഒരിക്കലും മുൻപന്തിയിലല്ല. അതുകൊണ്ട് ഇന്ത്യ എപ്പോഴും അതിനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും താലിബാനുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ ഇന്ത്യക്ക് പലപ്പോഴും അതൊരു ഒരു ഇമേജ്, ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ടാക്ടിക്കൽ ഗെയിൻസ് ആൻഡ് ഡീപ് സീറ്റഡ് റിസ്ക് ഇന്ത്യസ് കോഷ്യസ് എൻഗേജ്മെന്റ് വിത്തൗട്ട് റെക്കഗ്നീഷൻ. അപ്പൊ ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, ഓൾറെഡി താലിബാൻ റെക്കഗ്നൈസ് ചെയ്യാതെയാണ് താലിബാനുമായിട്ടുള്ള നമ്മുടെ എൻഗേജ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഫോക്കസ് ചെയ്യുന്ന കാര്യം നമ്മുടെ സെക്യൂരിറ്റിയിൽ ബാലൻസ് ചെയ്യണം, ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് എക്കണോമിക് ഇമ്പറേറ്റീവ്സ്, അതുപോലെ തന്നെ പാസ്റ്റ് കുറച്ച് ഐഡിയോളജീസ്, അങ്ങനെ കുറച്ചുകൂടി ഇന്ത്യ ഫോക്കസ് ചെയ്യണം. ഇന്ത്യ ഒന്നുകൂടി പേടിക്കേണ്ടിയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇത്തരത്തെ പ്രാഗ്മാറ്റിക് എൻഗേജ്മെന്റ് പലപ്പോഴും താലിബാന്റെ റോളിൽ അല്ലെങ്കിൽ താലിബാനെ നമ്മൾ അംഗീകരിച്ചു എന്ന് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്ന സമയത്തൊക്കെ ഇന്ത്യ ആന്റി ടെററിസം എന്ന് എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ താലിബാനെ അംഗീകരിച്ചു എന്നൊരു കാര്യമായിരിക്കും. ഇന്ത്യയുടെ ഇമേജ് അങ്ങനെയായിരിക്കും. അപ്പൊ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ഇമേജ് അത്രത്തോളം വേഴ്സൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഇന്ത്യക്ക് താലിബാൻ അംഗീകരിക്കാൻ വേണം, ബട്ട് വേൾഡ് രാജ്യങ്ങൾ, ലോകരാജ്യങ്ങൾ നോക്കുന്നതിനെ പേടിച്ചിട്ട് ഇന്ത്യക്ക് അംഗീകരിക്കാനും പറ്റില്ല. അങ്ങനത്തെ അവസ്ഥ എന്തില്ലത്. അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് ISI, താലിബാൻ ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. ISI ഒരുപാട് റാഡിക്കൽ ഗ്രൂപ്പ്സിന് അവിടെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഫ്ലക്ച്വേറ്റിംഗ് പൊസിഷൻ ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ എങ്ങോട്ട് വേണമെങ്കിലും ചിലപ്പോൾ മേ ബി ഇന്ത്യയുമായിട്ടുള്ള നല്ല എൻഗേജ്മെന്റ് വന്നതിന് ശേഷം നാളെ വേണമെങ്കിൽ ചിലപ്പം പാകിസ്ഥാനിലേക്ക്, ചിലപ്പോൾ അഫ്ഗാനിസ്ഥാൻ കൈകൊടുക്കാം. അപ്പോൾ പലപ്പോഴും ഇന്ത്യയുടെ ഒരു ആന്റി ടെററിസം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിവിറ്റിക്ക് പലപ്പോഴും ഇതൊരു തടിയായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയുടെ ആന്റി ടെററിസം ആക്ടിവിറ്റീസ് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. കാരണം അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, ടെററിസം മാത്രം മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ്. പിന്നെ സൊസൈറ്റൽ പെർസെപ്ഷൻ, ഡൊമസ്റ്റിക് ഇമ്പാക്ട്, എങ്ങനെയാണ് ഈ സൊസൈറ്റിയിൽ ഇതിനെ നമ്മൾ അല്ലെങ്കിൽ താലിബാൻ എൻഗേജ്മെന്റ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിനെ ബാധിക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ താലിബാൻ ഐഡിയോളജി എന്ന് പറയുന്നത് വുമൻസിനെതിരെയുള്ള ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോക്കൽ മൈനോറിറ്റീസ് ആയിക്കോട്ടെ അവർക്കെതിരെയുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അവർക്കെതിരെയുള്ള താലിബാന്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഒരു റിപ്രസീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ്. ദാറ്റ് മീൻസ് കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗമാണ് താലിബാന്റെ അണ്ടറിൽ നോക്കുകയാണെന്ന സമയത്ത്. വുമൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ മൈനോറിറ്റീസ് അവർ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗമാണ്. അപ്പം ആ ഒരു ഐഡിയോളജി ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലും ഈ ഒരു സെയിം ടൈപ്പ് ഓഫ് പെർസെപ്ഷൻസ് വരും. ഇൻഫ്ലുവൻസ് പെർസെപ്ഷൻ വിത്തിൻ ദ ഇന്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ ആ ഒരു താലിബാൻ റെജീമിന്, താലിബാൻ ഐഡിയോളജീസ് മേ ബി പരക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് വുമൻസ് ആൻഡ് മൈനോറിറ്റീസിന് അവർ റിപ്രസീവ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി, കാരണം ഇപ്പം വുമൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിംസിനകത്തുള്ള വുമൻസ് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പല മേഖലയിലും. അപ്പൊ അത് വീണ്ടും താലിബാൻ ഐഡിയോളജിനെ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് റിപ്രസീവ് ആയിട്ടുള്ള മെത്തേഡിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ പോളിസി മേക്കേഴ്സ് പറയുന്ന മറ്റൊരു കാര്യമാണ് ഒരു മോറൽ കോംപ്രമൈസ്. അതായത് ഒരിക്കലും ഒരു ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് താലിബാന്റെ ഐഡിയോളജീസ് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ താലിബാനുമായിട്ട് ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ് മാത്രം, ദാറ്റ് മീൻസ് ട്രേഡിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൗണ്ടർ ടെററിസം ആയിക്കോട്ടെ തുടങ്ങിയ കാര്യങ്ങൾ അതിൽ മാത്രം ഇന്ത്യ ഫോക്കസ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇന്ത്യ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കൂടുതൽ എൻഗേജ് ചെയ്യുന്ന സമയത്ത് അത് ഇന്ത്യൻ ജനതയെയാണ് ബാധിക്കുന്നത്. ലെസൺസ് ആൻഡ് റെക്കമെൻഡേഷൻസ്, ഇനി ഈ ഒരു എൻഗേജ്മെന്റ് പോകുന്ന സമയത്ത് ആസ് എ വേ ഫോർവേഡ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സോ ഫസ്റ്റ് ഓഫ് ഓൾ ട്രൂ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ജെൻഡർ സെൻസിറ്റീവ് ആൻഡ് റൈറ്റ് ബേസ്ഡ് അപ്രോച്ചസ് ആണ്. അപ്പം ഡിപ്ലോമസി എന്ന് പറയുന്നത്, ഡിപ്ലോമസി എന്ന് മെയിൻ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ആയിരിക്കണം. അതായത് എല്ലാവരും ഒരേപോലെ, ആരും അപ്പറല്ല, അപ്പം മെയിൽ കൗണ്ടർ പാർട്ട് അപ്പറല്ല, ഫീമെയിൽ കൗണ്ടർ പാർട്ട് ചെറുതല്ല, എന്നാൽ എല്ലാവരും ഒരുപോലെ എന്നാണ് മുന്നോട്ട് വെക്കേണ്ടത്. ആസ് ഇന്ത്യ നാവിഗേറ്റ്സ് കോംപ്ലക്സ് റീജിയണൽ ഇക്വേഷൻസ്, ഇന്ത്യ ഇപ്പൊ കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് കാലങ്ങളായിട്ട് റീജിയണൽ കോംപ്ലക്സിറ്റി നിറഞ്ഞിരിക്കുന്ന റിലേഷൻഷിപ്പാണ് ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കെയർഫുൾ മെസ്സേജിങ്, അതുപോലെ തന്നെ ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ് നൽകുന്നത്, അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റാൻഡ്, എസ്പെഷ്യലി ഹ്യൂമൻ റൈറ്റ് വിൽ ബി ക്രൂഷ്യൽ. അതായത് താലിബാൻ കൊടുക്കാത്തത് എന്താണോ അത് ഇന്ത്യ കൊടുക്കാൻ തയ്യാറായിരിക്കണം. ദാറ്റ് മീൻസ് ഹ്യൂമൻ റൈറ്റ്സ്
താലിബാന്റെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫെയിലിയർ സ്റ്റാറ്റസ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. Then engagement with Taliban is a test case for India's foreign policy, requiring strategic caution, regular assessment and clear limits to protect both the national security and international image. അതായത് ഇന്ത്യ താലിബാനുമായിട്ട് റിലേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്ട്രാറ്റജിക് കോഷൻസ്, കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം, റെഗുലർ ആയിട്ടുള്ള അസസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റിനെയും ഇന്റർനാഷണൽ ഇമേജിനെയും ബാധിക്കാത്ത ലെവലിലായിരിക്കണം ഇന്ത്യ താലിബാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബന്ധം മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, ഇതിനെ നമുക്ക് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന താലിബാൻ എന്ന് പറഞ്ഞിരിക്കുന്ന പണ്ടത്തെ ഒരു ടെറർ ഔട്ട്ഫിറ്റ് ആയിരുന്നു, ഇപ്പം നിലവിൽ ഒരു ഡിപ്ലോമാറ്റിക് ഗവൺമെന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ത്യ ഒരിക്കലും ഈ താലിബാനെ നമ്മൾ അംഗീകരിച്ച് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഒരു വേളയിൽ നമ്മൾ ഇന്ത്യ താലിബാനുമായിട്ടൊരു ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ്സ് മുന്നോട്ട് പോവാണ്. എന്നിരുന്നാൽ പോലും ആലോചിക്കുക, താലിബാനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു എൻഗേജ്മെന്റ്സിൽ ഇന്ത്യനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ അതാണ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത്രമാത്രം ഈ ആർട്ടിക്കിൾ നോക്കാൻ ശ്രമിക്കുക. മൂവിങ് ഓൺ ടു ഫൈനൽ ആർട്ടിക്കിൾ. വൈ ഹാസ് IUCN റെഡ് ഫ്ലാഗ്ഡ് ദ വെസ്റ്റേൺ ഗട്ട്സ്? അപ്പം ഒക്ടോബർ 2025 IUCN വേൾഡ് ഹെറിറ്റേജ് ഔട്ട്ലുക്കിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള കുറച്ച് ഭാഗങ്ങളെ IUCN എന്ത് ചെയ്തിട്ടുണ്ട്? അവർ റെഡ് ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് ഒന്നാമത്തെ കാര്യം വെസ്റ്റേൺ ഗട്ട്സ്, നമ്മുടെ പശ്ചിമഘട്ടം, അതുപോലെ തന്നെ ആസാമിലെ മനാസ് നാഷണൽ പാർക്ക്, വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് തുടങ്ങിയിരിക്കുന്ന ഈ 3 ഏരിയാസിനെ IUCN വേൾഡ് ഹെറിറ്റേജ് ഔട്ട്ലുക്കിൻ്റെ അകത്ത് അവർ സിഗ്നിഫിക്കൻറ്റ് കൺസേൺസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലിസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇത്ര കുറച്ച് സിഗ്നിഫിക്കൻറ്റ് കൺസേൺ എന്ന് പറയുന്നത്? കുറച്ചുകൂടി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി കൺസേൺ ചെയ്യേണ്ട മേഖലകളായിട്ട് ഇത് മാറി എന്നാണ് IUCN പറയുന്നത്. അപ്പൊ ഏകദേശം 200ഓളം വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഔട്ട്ലുക്ക് പുറത്തുവിടുന്നത്. അതിൽ ഇന്ത്യയിലുള്ള ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെസ്റ്റേൺ ഗട്ട്സും മനാസ് നാഷണൽ പാർക്കും സുന്ദർബൻസും. അപ്പൊ മെയിൻ കാരണം അത് പ്യൂർലി ഡിറ്റോറേറ്റഡ് ഡ്യൂ ടു മൗണ്ടിങ് ആന്ത്രോപോജനിക് ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് പ്രഷേഴ്സ്. അതായത് ഈ ഒരു റീജിയൻസ് ഒക്കെ ഡിറ്റോറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റേൺ ഗട്ട്സ് ആയിക്കോട്ടെ, മനാസ് നാഷണൽ പാർക്ക് ആയിക്കോട്ടെ, സുന്ദർബൻ ആയിക്കോട്ടെ. അപ്പൊ മെയിൻ ആയിട്ട് പലതരം ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ്, അതായത് മനുഷ്യന്റെ ആക്ടിവിറ്റീസുകളും അല്ലെങ്കിൽ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രഷറുകൾ കൊണ്ടും ഈ ഒരു മേഖലകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇതിന്റെ മെയിൻ ത്രെറ്റ്സുകൾ 4 ത്രെറ്റ്സുകളാണ് ഈ ഒരു മേഖല ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ക്ലൈമറ്റ് ചേഞ്ച്, രണ്ടാമത്തെ ടൂറിസം പ്രഷർ, മൂന്നാമത്തെ ഇൻവെസീവ് ഏലിയൻ സ്പീഷീസ്, നാലാമത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് റോഡ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു വനമേഖലകൾ നശിക്കപ്പെടുന്നത് എന്ന് പറയുന്നത്. വനമേഖല മാത്രം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഒരു വൈൽഡ് ലൈഫ് റിസർവും കൂടിയാണ്. അപ്പം ഈ ഒരു മേഖല നശിക്കുന്നതിന് ഒന്നാമത്തെ കാര്യം ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഈ ത്രെറ്റ് എസ്പെഷ്യലി വെസ്റ്റേൺ ഗട്ട്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് ഷിഫ്റ്റിംഗ് റെയിൻഫാൾ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. പലപ്പോഴും ഹാബിറ്റാറ്റ്, പല ജീവികളുടെ ഹാബിറ്റാറ്റ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നുണ്ട്. സുന്ദർബൻസിലായിക്കോട്ടെ, സുന്ദർബനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് സുന്ദർബൻ എന്താണ്? സുന്ദർബൻ ഡെൽറ്റയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സീ ലെവൽ റൈസ്, ചൂട് കൂടുന്ന സമയത്ത് സീ ലെവൽ റൈസ് കൂടും, സ്റ്റോംസ് ഉണ്ടാവും, പലപ്പോഴും അതിന്റെ പല ഭാഗങ്ങളും നശിച്ചുകൊണ്ടിരിക്കാം. ഇതാണ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് നശിക്കപ്പെടുന്നത്. ഇനി ടൂറിസം പ്രശ്നം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു മേഖലയൊക്കെ ടൂറിസത്തിന് ഓപ്പൺ ആണ്. അപ്പോൾ ടൂറിസ്റ്റ് വരുന്ന സമയത്ത് കൂടുതലും ഗാർബേജ് ജനറേഷൻസ്, അതുപോലെ തന്നെ ഗാർബേജ് ജനറേറ്റ് ചെയ്യും, വൈൽഡ് ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യും, ഒരു ഫ്രാഗ്മെന്റേഷൻ നശിപ്പിക്കും. ദാറ്റ് മീൻസ് ആ ഒരു ഹാബിറ്റാറ്റിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രക്ട് ചെയ്യും. പിന്നെ കുറച്ചുകൂടി നമ്മുടെ എൻവയോൺമെന്റിനെ സ്ട്രെസ് ചെയ്യുന്നതാണ്. കുറച്ച് ആളുകൾ ഒരു കാട്ടിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ സംഭവിക്കും, അവിടെ മൊത്തം നശിപ്പിച്ച് തിരിച്ചു വരും. അതാണ് ടൂറിസം പ്രഷർ വരും. പിന്നെ ഇൻവാസീവ് ഏലിയൻ സ്പീഷീസ്, ഇപ്പൊ ഇൻവാസീവ് ആയിട്ടുള്ള അവിടെ ഇല്ലാത്ത ഇൻഡിജിനസ് അല്ലാത്ത മറ്റ് പല സ്പീഷീസുകൾ അവിടെ എത്തുന്ന സമയത്ത് പലപ്പോഴും അവിടെയുള്ള സ്പീഷീസുകൾ നശിച്ചു പോവാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ, ലൻറ്റാന തുടങ്ങിയിരിക്കുന്ന മരങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള വെസ്റ്റേൺ ഗട്ട്സിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇത് വരുന്നതോടുകൂടി അവിടെ തന്നെയുള്ള ഇൻഡിജിനസ് സ്പീഷീസുകൾ എന്ത് സംഭവിക്കും? അത് നശിക്കപ്പെടും, അല്ലെങ്കിൽ അതിനാവശ്യമുള്ള ഭക്ഷണങ്ങളും വെള്ളമൊക്കെ ആയിരിക്കും ഇത് വലിച്ചെടുക്കുന്നത്. അപ്പൊ എക്കോസിസ്റ്റം ഇംബാലൻസിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ റോഡ്സ്, എസ്പെഷ്യലി നമുക്കറിയാം ഹൈഡ്രോ പവർ ഡാംസുകൾ, അതുപോലെ തന്നെ റോഡുകൾ, ടൂറിസം ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, റിസോർട്ടുകൾ, പ്ലാന്റേഷൻസ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ ഈ ഒരു സ്ഥലങ്ങളിൽ ഇപ്പൊ വെസ്റ്റേൺ ഗട്ട്സിലൊക്കെ നോക്കുകയാണെങ്കിൽ പോലും പല സ്ഥലത്തും മൈനിങ്ങും ആക്ടിവിറ്റീസുകളൊക്കെ നടന്നു, പല സ്ഥലത്ത് റിസോർട്ടുകൾ പണിയുന്നു. അപ്പം ആ ഒരു കാര്യങ്ങളും അവിടുത്തെ വൈൽഡ് ലൈഫിനെ ഡിസ്ട്രക്ട് ചെയ്യാണ്. സോ ഇത്തരം കാര്യങ്ങൾ ഈ വൈൽഡ് ലൈഫ് നശിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് IUCN നമ്മളെ
ഈ ഒരു വെസ്റ്റേൺ ഗൾസിനെ, എസ്പെഷ്യലി വെസ്റ്റേൺ ഗൾസിനെ സിഗ്നിഫിക്കന്റ് കൺസേൺ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പം ആർട്ടിക്കിൾസിൽ നോക്കേണ്ട കാര്യം എന്താണ് IUCN വേൾഡ് ഹെറിറ്റേജ് ഔട്ട്ലുക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കുക. എന്താണ് സിഗ്നിഫിക്കന്റ് ലീസ്റ്റ് അല്ല സിഗ്നിഫിക്കന്റ് കൺസേൺ എന്ന് പറഞ്ഞിരിക്കുന്ന കാറ്റഗറി, അത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള ഈ 3 സ്ഥലങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ 3 സ്ഥലങ്ങൾ, വെസ്റ്റേൺ ഗൾസ്, മനാസ് നാഷണൽ പാർക്ക്, സുന്ദർബൻ ഡെൽറ്റ, ഈ 3 സ്ഥലങ്ങൾ എന്തുകൊണ്ടാണ് ഈ IUCN വേൾഡ് ഹെറിറ്റേജ് ഔട്ട്ലുക്ക് ബുക്കിന്റെ അകത്ത് സിഗ്നിഫിക്കന്റ് കൺസേൺ ലിസ്റ്റിലേക്ക് വരാൻ കാരണം, ആ കാരണങ്ങളാണ് നമ്മൾ ഈ 4 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Okay, the unique vulnerabilities of Western Ghats. The Western Ghats, a UNESCO World Heritage Site, harbor 325 globally threatened species and are home to large number of endemic flora and fauna. അതായത് 325 കൂടുതൽ ത്രറ്റൻഡ് ആയിട്ടുള്ള സ്പീഷീസിനെ നമുക്ക്, അതായത് ജീവജാലങ്ങളെ നമുക്കുള്ള നമ്മുടെ വെസ്റ്റേൺ ഗൾസിൽ കാണാൻ സാധിക്കും. അതായത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന 325-325-ലധികം ജീവജാലങ്ങളെ നമുക്ക് നമ്മുടെ വെസ്റ്റേൺ ഗൾസിൽ പശ്ചിമഘട്ട സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. Then habitat fragmentation, forest loss due to agriculture, illegal plantation, urban expansion, and poorly governed conservation practices threaten iconic species like Nilagiri tar and lion-tailed macaque. അപ്പോൾ അവിടുത്തെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അവിടുത്തെ കൺസർവേഷൻ പ്രാക്ടീസ്, ദാറ്റ് മീൻസ് ഗവൺമെന്റ് കൺസർവേഷൻ പ്രാക്ടീസ് കൊണ്ടുവരുന്നു, ബട്ട് പൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. സോ ആ ഒരു സമയത്തോ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് അവിടെയുള്ള നീലഗിരി താർ, അതുപോലെ തന്നെ ലയൺ ടെയിൽഡ് മക്കാക്കോ തുടങ്ങിയിരിക്കുന്ന ജീവികളൊക്കെ വംശനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് അത് സിഗ്നിഫിക്കന്റ് കൺസേൺ എന്ന് പറഞ്ഞ ലിസ്റ്റിലേക്ക് IUCN കൊണ്ടുവന്നിട്ടുള്ളത്. Despite their global significance as a climate, rainfall and biodiversity regulator, the Ghats are facing cumulative risk due to weak enforcement and unsustainable development models. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം മേഖലകളിൽ നമുക്ക് റെഗുലേറ്ററി ആക്ടിവിറ്റീസുകൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് വീക്ക് ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, പൂർണ്ണമായിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യാറില്ല. അതും ഈ ഒരു വൾണറബിലിറ്റിക്ക് ഒരു കാരണമാണ്. ഈ കൺസർവേഷൻ ഔട്ട്ലുക്ക് ആൻഡ് റെക്കമെൻഡേഷൻ നോക്കുകയാണ്. IUCN റിപ്പോർട്ട്സ് കോൾ ഫോർ അർജന്റ് integrated conservation strategies, balancing biodiversity, local livelihood and sustainable tourism with stronger actions on invasive species and climate adaptation. As a way forward നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IUCN റിപ്പോർട്ട് പ്രകാരം ഒരു അർജന്റ് ആയിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കൺസർവേഷൻ മെഷേഴ്സ് നമ്മളവിടെ കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ, അതായത് അവിടുത്തെ ലോക്കൽ ലൈവ്ലിഹുഡ്സ്, അതുപോലെ തന്നെ അവിടുത്തെ സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഇൻവാസീവ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പീഷീസുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റുക. കാരണം മറ്റ് എക്കോളജിക്കൽ ഇംബാലൻസ് കൊണ്ടുവരുന്നതാണ് ഇൻവാസീവ് സ്പീഷീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ കൺവെൻഷൻസ് എത്രയും പെട്ടെന്ന് നമ്മൾ കുമിങ് മോൺട്രിയൽ പ്രോട്ടോകോൾ പോലെയുള്ള പ്രോട്ടോകോൾസ് കൊണ്ടുവരിക ഇത്തരം നാഷണൽ പാർക്കുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കാഞ്ചൻജംഗ നാഷണൽ പാർക്കിൽ കൊണ്ടുവന്നിരിക്കുന്ന സെയിം ടൈപ്പ് ഓഫ് മോഡൽ, അതായത് ഇനീഷ്യൽ ഫേസിൽ ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം കാഞ്ചൻജംഗ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഈ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസും മറ്റെല്ലാ ആക്ടിവിറ്റീസുകളും കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തു. അതായത് നാച്ചറിനെ ഹീൽ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തു, അത് വീണ്ടും തിരിച്ച് പഴയ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇത്തരം ആക്ടിവിറ്റീസ്, ഇത്തരം മോഡൽസുകളും എടുത്തുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖലയെ നമുക്ക് തിരിച്ചു പിടിക്കാം. ഇതാണ് ആസ് എ വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. ഇതിൽ കൂടുതൽ ആർട്ടിക്കിൾസ് നമ്മുടെ എഡിറ്റോറിയൽസിലുണ്ട്. ഇത്ര ആർട്ടിക്കിൾസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എനിവേ, താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.